എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോർത്ത് കരോലിന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അപ്പാർട്ട്മെൻറ്റിനോട് വിട പറയുകയാണ്. തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് പോവുകയാണ്. അയ്യോ എന്ത് പെട്ടതാലേ ആ ഒരു ദിവസം. 2 ദിവസമായിട്ട് അവിടെ താമസിക്കുന്നത്, 2 രാത്രി നമ്മളിവിടെ താമസിച്ച്. അപ്പോൾ നമുക്കിനി രാവിലെ തുടങ്ങിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം മക്കളെ, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു തിരക്കിലാണ്. ഫ്രോസൺ ഫുഡുകളൊക്കെ കൊണ്ടുവന്നേക്കണോണ്ട് തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയല്ലോ. അതേ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്താണെങ്കിൽ ഇതേ നല്ല ചൂട് പൊറോട്ട ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മുട്ട പുഴുങ്ങുന്നുണ്ട്, ചായ റെഡിയാക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ധൃതിയിലാണ് കേട്ടോ നമ്മുടെ പണികളിങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ അതേ മുട്ടയൊക്കെ പുഴുങ്ങി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇരിക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ അതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇടിയപ്പം നമ്മുടെ ചൂടായിട്ടുണ്ട്. ഇതേ കട്ടൻ ചായ. വളരെ കുശാലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിൽ പോയില്ലെങ്കിൽ എന്താ, നമ്മളെല്ലാ ഫുഡും കൊണ്ടുവന്നുകൊണ്ട് അടിപൊളിയായിരുന്നു. നമ്മുടെ ടേസ്റ്റ് നിബിൾസിൻ്റെ ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ലഗേജൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ വിട പറയാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ നിന്ന് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്തപ്പോൾ ചെറിയൊരു അടുപ്പൊക്കെ തോന്നി ഒരു വീടിനോട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ബീച്ചിലൊന്ന് പോകാം. നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട അറ്റത്ത് ഇത് ബീച്ചാണ്. ചെറിയൊരു വോക്ക് വേ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ പോയി ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ ഒന്ന് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം, കാഴ്ചകളൊക്കെ. എന്നിട്ട് നമുക്ക് നമ്മുടെ യാത്ര 10 മണിക്കൂർ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തു കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ അല്ല നമ്മൾ പോണത്, വേറൊരു വഴിയിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഞാനിത് വീഡിയോ എടുക്കാണ്ടിരിക്കും. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അയ്യോ പറഞ്ഞറിയിക്കാൻ വയ്യ. ഏതായാലും ഇവിടുന്ന് പോവില്ല, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതേ നമുക്കിനി ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ. നല്ല വെയിലാണ്, ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ വോക്ക് വേയിലേക്ക് നടക്കുമ്പോൾ അത്യാവശ്യം അവിടെ ആളുകളെയൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ട പോലെയൊന്നും അല്ല. ഇപ്പോൾ ആളുകളൊക്കെ പതുക്കെ ഇങ്ങനെ ആയി വന്നു തുടങ്ങി. നമ്മൾ പോകാൻ നോക്കിയിരുന്നെന്ന് തോന്നണം ഇവിടെ ആളുകൾക്കൊക്കെ വരാനായിട്ട്. ഇനി ഇവിടെ നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ അപ്പാർട്ട്മെൻറ്റുകളും കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ. ആ കാണുന്ന ഈ ബ്രിഡ്ജിനോട് നേരെ തന്നെയുള്ള അപ്പാർട്ട്മെൻറ്റിലാണോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി വ്യൂ അല്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിതേ ആ ഒരു ബീച്ചിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കണ വഴിയിലാണ് കേട്ടോ മക്കളെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ ഷെല്ല് പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിറച്ച് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടണേന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഈ ബീച്ചിൽ വന്നപ്പോൾ ഇത് ഇഷ്ടമാതിരി ഇങ്ങനെ കിടക്കണമെന്നേ, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ഷെല്ലുകൾ ഒരു ബീച്ചിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ഇത് പെറുക്കിയെടുക്കാനേ വയ്യ. ഫുൾ ടൈം ഇത് പെറുക്കിയെടുക്കലായിരുന്നു കേട്ടോ എൻ്റെ പണി. എനിക്കിതിങ്ങനെ നടന്ന് ഒരു രക്ഷയിൽ ദൂരം ഷെല്ലുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് അറിഞ്ഞാൽ. ഇത് കണ്ടില്ലേ, പല ഷേപ്പിൽ പല കളറിലായിട്ടാണ്. പല കളറെന്ന് പറഞ്ഞാൽ വൈറ്റ്, ബ്ലാക്ക്, പിന്നെ അതേ ഇപ്പോൾ കണ്ടില്ലേ ഒരു മെറൂൺ കളർ, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അങ്ങനെ എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോ പീസായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നടക്കണ ഒരു ധൃതിയിലാണ്. പിള്ളേരൊക്കെ അവിടെ ബീച്ചിൽ ഇറങ്ങുക കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഇത് പെറുക്കാതെ പോകാനേ പറ്റണുണ്ടായിരുന്നില്ല. പിള്ളേരും കുറേയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതെല്ലാം കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഞാനാണെങ്കിൽ കവർ കൊടുക്കാൻ പറഞ്ഞു. ഒരു കവർ എടുത്തായിരുന്നെങ്കിൽ അത് നിറച്ച് കിട്ടുമായിരുന്നു. എന്തോരോരുന്നെന്ന് പറഞ്ഞത് ഇങ്ങനെ ഓരോ തിരമാല അടിക്കും തോറും ഇങ്ങനെ ഓരോന്ന് പല ഷേപ്പിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയതുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ദേ പെറുക്കിയത് മൊത്തം ഈ ഒരു ചെരുപ്പിൻ്റെ അകത്താക്കി വെച്ചേക്കണ്ട. താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം വെച്ചാൽ ന്യൂ ജേഴ്സി എത്തണ്ടേ, 10 മണിക്കൂർ യാത്രയുണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഈ ഷെല്ല് കണ്ടിട്ട് ഇതൊക്കെ മൊത്തം പെറുക്കിയെടുത്തതായിട്ട് ഒട്ടും സമയവും കിട്ടിയില്ലെന്നേ. ആകെ ധൃതി പിടിച്ചോണായിപ്പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ മൊത്തം കറങ്ങിയ നേരം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ഈ ഷെല്ല് കണ്ടപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറച്ചെങ്കിലും കിട്ടിയല്ലോ. ആ ഒരു ആശ്വാസത്തിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട് അങ്ങനെ വിട പറയുകയാണ്ട. വളരെയധികം വിഷമമാണ്. കാരണം വെച്ചാൽ അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു താമസവും കാര്യങ്ങളൊക്കെ. എന്തായാലും പോകാതെ പറ്റില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ റെൻറ്റുമാണ്. അല്ലെങ്കിൽ ഒരു ദിവസവും കൂടി ഇവിടെ നിൽക്കാമായിരുന്നു. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയിൽ മൊത്തം ഇതുമാതിരത്തെ അപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങളൊന്നും കൂടി ഒന്ന് കണ്ടോ. അപ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. മിക്ക അപ്പാർട്ട്മെൻറ്റിലും ആളുകളും വണ്ടികളും ഒക്കെ നമുക്ക് ഈ പോണ വഴിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയിലൊക്കെ എത്ര കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകളാണ്. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മൊത്തം റിസോർട്ടുകളും അപ്പാർട്ട്മെൻറ്റുകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ദേ ഹൈവേയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല ബ്ലോക്കായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, തിരക്കുകൾ ഇങ്ങനെ ആയി വന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം റോഡിലൂടെ യാത്ര ചെയ്ത പോലെയൊന്നും അല്ല കേട്ടോ. നല്ല ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എവിടെയെങ്കിലൊക്കെ ഒറ്റം തെറ്റൊക്കെ ആയിട്ട് ഓരോ വണ്ടികളൊക്കെ പോകുന്നല്ലാതെ ഇതുമാതിരത്തെ ഒരു കൂട്ടമായിട്ടുള്ള വണ്ടികളൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, തിരക്കുകളൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്ക് വന്നപ്പോഴാണ് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. ഹൈവേയിലൂടെയൊക്കെ തന്നെയാണ് എങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഹൈവേ ഒക്കെ അങ്ങോട്ട് മാറ്റി പിടിക്കും. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഒരു വെല്ലിംഗ്ടണിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എംറാൾഡ് ബീച്ചിലേക്കാണ് കേട്ടോ വന്നേക്കണത്. പോകുന്ന വഴിയാണ് ഈ ഒരു ബീച്ച്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങോട്ട് കടക്കാനുള്ളൊരു പാസേജൊക്കെ ഇങ്ങനെ എൻട്രൻസ് കണ്ടതേ ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, മൊത്തത്തിലൊരു ശോകമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. കുറേ റിസോർട്ടുകളും അപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടായിരുന്നു. നമ്മുടെ വില്ലിംഗ്ടൺ പോലെ തന്നെ കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഈ കണ്ടെയ്നർ പോലത്തെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു വഴിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല വൈബുള്ളൊരു ബീച്ച് ഏരിയ ആണെന്നാണ് തോന്നണത്. പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ ഫുള്ള് ഒരു ആരുമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങിയില്ല. അപ്പം നമ്മളിവിടെ ഫേമസ് ആയിട്ട് വേറൊരു സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞ്. എന്തായാലും ബീച്ചൊന്നും അല്ല കേട്ടോ, വേറൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. കാര്യം 10 മണിക്കൂർ ഉണ്ട് നമ്മുടെ യാത്ര ന്യൂ ജേഴ്സിയിലേക്ക്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കാണാതെ എങ്ങനെയാണ് പോവുക. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതേ ഒരു കാട് പോലത്തെ ഒരു ഏരിയയിലേക്കാണ് പോണത്. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാഴ്ച എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണില്ല. അതിനായിട്ട് എല്ലാവരും ഒന്ന് കാത്തിരിക്കണേ. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.